ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അഥവാ BSNL കേരള സർക്കിളിൽ 1000 4G ടവറുകൾ വിന്യസിക്കാൻ കഴിഞ്ഞുവെന്ന് കമ്പനി അറിയിച്ചു. BSNLന് കേരളം ഒരു പ്രധാന വിപണിയാണ്. 1000 ടവറുകളുടെ നാഴികക്കല്ലിന്റെ വികസനം ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് പങ്കിട്ടു. ഈ മേഖലയിലെ ഉപഭോക്താക്കൾക്ക് ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ നൽകുന്നതിനുള്ള BSNL ഒരു സുപ്രധാന ചുവടുവയ്പ്പിലാണ്. 2024 ദീപാവലിയോടെ 75,000 4G ടവറുകൾ എന്ന നാഴികക്കല്ല് കൈവരിക്കാനാണ് BSNL ലക്ഷ്യമിടുന്നത്. കൂടാതെ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ 1,00,000 4G സൈറ്റുകൾ വിന്യസിക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ BSNL പദ്ധതിയിടുന്നുണ്ട്. BSNL അവസാനമായി ഒരു അപ്ഡേറ്റ് നൽകിയപ്പോൾ രാജ്യത്തുടനീളം 25,000 4G സൈറ്റുകൾ വിന്യസിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ നടത്തുന്ന ടെലികോം പറഞ്ഞു. മറ്റൊരു അവസരത്തിൽ BSNLും സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസും 5G പരീക്ഷിക്കുകയാണെന്ന് ഡോട്ട് പറഞ്ഞു. ഈ 5G ട്രയൽ 2025 ഉപയോക്താക്കൾക്കായി 5G വാണിജ്യാടിസ്ഥാനത്തിൽ അവതരിപ്പിക്കാൻ BSNLനെ സഹായിക്കും. 2025 BSNL 5G അവതരിപ്പിക്കുമെന്ന് അധികൃതർ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അത് യഥാർത്ഥത്തിൽ നടക്കുമോ ഇല്ലയോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇതിനു പുറമെ 4G വിന്യസിക്കാനുള്ള ടെലികോം ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സഹായത്തിനായി BSNLന് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് 6,000 കോടി രൂപ ലഭിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ BSNL 4G അവതരിപ്പിക്കുന്നതിനായി രാജ്യത്തെ എല്ലാവരും കാത്തിരിക്കുകയാണ്. സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ അവരുടെ പ്രീപെയ്ഡ് പോസ്റ്റ്പെയ്ഡ് പ്ലാനുകളുടെ താരിഫ് ഉയർത്തിയതിനാലാണിത്. BSNL അത് ചെയ്തില്ലെങ്കിലും 4Gയുടെ അഭാവമാണ് ടെലികോം പുതിയ ഉപയോക്താക്കളുടെ കുറവിന് കാരണം. ഈ ഹൈസ്പീഡ് നെറ്റ്വർക്കുകൾ ഉള്ളതിനാൽ ഉപയോക്താക്കൾക്ക് BSNL നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പിന്നീടുള്ള ഘട്ടത്തിൽ 5Gയും വരാം. എന്നാൽ BSNLന് മാന്യമായ 4G സേവനങ്ങൾ നൽകാൻ കഴിയുമെങ്കിൽ ഉപയോക്താക്കൾക്ക് BSNL അവരുടെ സെക്കൻഡറി സിം ചോയ്സായി നിലനിർത്താം. ഈ അച്ചീവ്മെന്റ് കൂടാതെ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് TVകൾക്കായി BSNL ലൈവ് TV ആപ്ലിക്കേഷനും പുറത്തിറക്കിയിരുന്നു. ഇത് നിലവിൽ ആൻഡ്രോയിഡ് TVകളിൽ മാത്രമേ ലഭ്യമാകൂ. അതുകൊണ്ട് തന്നെ ഉപയോക്താക്കൾക്ക് അവരുടെ ആൻഡ്രോയിഡ് TVകൾക്കായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് BSNL നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. V-Connect ആണ് ആപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പിന് ഇതുവരെ 10 ഡൗൺലോഡുകൾ മാത്രമാണ് ഉള്ളത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. BSNL ലൈവ് TV ആപ്പിന്റെ പ്രവർത്തനങ്ങളും സവിശേഷതകളും എന്താണ് എന്നത് ഇതുവരെയും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളല്ല. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല. BSNLന്റെ ലൈവ് TV ആപ്പ് പ്രഖ്യാപനം BSNLന്റെ അംഗീകൃത അസോസിയേഷനായ AIGTO പങ്കിട്ടു. ഈ ഉപകരണത്തിൽ ഒരു 4K വീഡിയോ ഇൻ്റർഫേസും ഉണ്ട് എന്നാണ് BSNLന്റെ അധികൃതർ പറയുന്നത്. ഈ ആപ്പിനുള്ള പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. അതുപോലെ തന്നെ 4G സേവനങ്ങൾ എന്നു മുതൽ തുടങ്ങാനാകുമെന്ന കാര്യത്തിലും ഉപയോക്താക്കൾക്ക് സംശയമുണ്ട്. സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് BSNLിലേക്ക് കൂടുതൽ പേർ പോർട്ട് ചെയ്തു വരുന്നുണ്ട്. 4G സേവനങ്ങൾ കൂടി ലഭ്യമായി തുടങ്ങിയാൽ ഉപയോക്താക്കൾ പോർട്ട് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.